വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ മൈ ഷാഡോ എന്ന ഇംഗ്ലീഷ് പോയമാണ്. ഈ പോയം എഴുതിയത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസനാണ്. നമുക്ക് ഈ പോയം ഒന്ന് പഠിക്കാം. മൈ ഷാഡോ. ഡു യു നോ വെനെവർ ദർ ഇസ് ലൈറ്റ് someone follows you. നിങ്ങൾക്കറിയാമോ, വെളിച്ചമുള്ളപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്? ഡു യു നോ വെനെവർ ദർ ഇസ് ലൈറ്റ്സ് സമൺ ഫോളോസ് യു. വെളിച്ചമുള്ളപ്പോൾ നിങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഹാവ് യു എവർ വണ്ടേർഡ് ഹൂ ഇറ്റ് ഈസ്. നിങ്ങൾ എന്നെങ്കിലും നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടോ? ഹാവ് യു എവർ വണ്ടേർഡ് ഹൂ ഇറ്റ് ഈസ്. അത് ആരാണെന്നോർത്ത്? റീഡ് ആൻഡ് എൻജോയ്. വായിച്ച് രസിക്കൂ. നമുക്ക് ഈ ഒന്ന് വായിച്ച് രസിക്കാം, അല്ലേ? ഐ ഹാവ് എ ലിറ്റിൽ ഷാഡോ ദറ്റ് ഗോസ് ഇൻ ആൻഡ് ഔട്ട് വിത്ത് മീ ആൻഡ് വാട്ട് ക്യാൻ ബി ദ യൂസ് ഓഫ് ഹിം ഈസ് മോർ ദാൻ ഐ ക്യാൻ സീ. ഹീ ഈസ് വെരി വെരി ലൈക്ക് മീ ഫ്രം ഹീൽസ് അപ്പ് ടു ദ ഹെഡ് ആൻഡ് ഐ സീ ഹിം ജംപ് ബിഫോർ മീ വെൻ ഐ ജംപ് ഇൻ ടു മൈ ബെഡ്. നമുക്കിതിൻ്റെ അർത്ഥം നോക്കിയാലോ? ഐ ഹാവ് എ ലിറ്റിൽ ഷാഡോ ദറ്റ് ഗോസ് ഇൻ ആൻഡ് ഔട്ട് വിത്ത് മീ. എനിക്കൊരു ചെറിയ നിഴലുണ്ട്. ഐ ഹാവ് എ ലിറ്റിൽ ഷാഡോ ദറ്റ് ഗോസ് ഇൻ ആൻഡ് ഔട്ട് വിത്ത് മീ. അത് എന്നോടുകൂടി മുറിക്കുള്ളിലേക്ക് കയറുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ക്യാൻ ബി ദ യൂസ് ഓഫ് ഹിം ഈസ് മോർ ദാൻ ഐ ക്യാൻ സീ. ആൻഡ് വാട്ട് ക്യാൻ ബി ദ യൂസ് ഓഫ് ഹിം. അവനെ കൊണ്ടുള്ള ഉപകാരം എന്താണ്? ഈസ് മോർ ദാൻ ഐ ക്യാൻ സീ. അതെ, എനിക്കറിയില്ല. ഇറ്റ് ഈസ് മോർ ദാൻ ഐ ക്യാൻ സീ. എനിക്ക് അറിയാൻ കഴിയുന്നതിലും എനിക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറമാണത്. ആൻഡ് വാട്ട് ക്യാൻ ബി ദ യൂസ് ഓഫ് ഹിം ഈസ് മോർ ദാൻ ഐ ക്യാൻ സീ. അവൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് എനിക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. ഹീ ഈസ് വെരി വെരി ലൈക്ക് മീ ഫ്രം ഹീൽസ് അപ്പ് ടു ദ ഹെഡ്. ഹീ ഈസ് വെരി വെരി ലൈക്ക് മീ. അവൻ എന്നെപ്പോലെ തന്നെയാണ്. ഹീസ് വെരി വെരി ലൈക്ക് മീ. അവൻ എന്നെപ്പോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഫ്രം ദ ഹീൽസ് അപ്പ് ടു ദ ഹെഡ്. കാലിൻ്റെ ഉപ്പൂറ്റി മുതൽ തല വരെ. എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി മുതൽ തല വരെ ഹീസ് വെരി വെരി ലൈക്ക് മീ. അവൻ എന്നെപ്പോലെ തന്നെയാണ്. ആൻഡ് ഐ സീ ഹിം ജംപ് ബിഫോർ മീ വെൻ ഐ ജംപ് ഇൻ ടു മൈ ബെഡ്. ആൻഡ് ഐ സീ ഹിം ജംപ് ബിഫോർ മീ. ഞാൻ അവനെ കാണുന്നു. ഞാൻ ചാടുന്നതിന് മുൻപേ ചാടും. ആൻഡ് ഐ സീ ഹിം ജംപ് ബിഫോർ മീ. അവൻ എൻ്റെ മുന്നേ ചാടും. എങ്ങോട്ടാ? വൻ ഐ ജംപ് ഇൻ ടു മൈ ബെഡ്. ഞാൻ എൻ്റെ ബെഡിലേക്ക് ചാടിക്കയറുമ്പോൾ അതിന് മുമ്പേ അവൻ ചാടിക്കയറിയിരിക്കും. ദ ഫണ്ണിയസ്റ്റ് തിങ് അബൌട്ട് ഹിം ഈസ് ദ വേ ഹീ ലൈക്സ് ടു ഗ്രോ. ദ ഫണ്ണിയസ്റ്റ് തിങ്, എൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ് ദ വേ ഹീ ലൈക്സ് ടു ഗ്രോ. അവൻ വളരുന്ന രീതിയാണ്. നോട്ട് അറ്റ് ഓൾ ലൈക്ക് പ്രോപ്പർ ചിൽഡ്രൻ വിച്ച് ഈസ് ഓൾവേസ് വെരി സ്ലോ. നോട്ട് അറ്റ് ഓൾ ലൈക്ക് പ്രോപ്പർ ചിൽഡ്രൻ വിച്ച് ഈസ് ഓൾവേസ് വെരി സ്ലോ. വളരെ സാവധാനം വളരുന്ന കുട്ടികളെപ്പോലെ അല്ല. ഫോർ ഹീ സംഡേ ഷൂട്ട്സ് അപ്പ് ടോളർ ലൈക്ക് ആൻ ഇന്ത്യ റബ്ബർ ബോൾ ആൻഡ് ഹീ സംഡേസ് ഗെറ്റ് സോ ലിറ്റിൽ ദാറ്റ് ദർ ഈസ് നൺ ഓഫ് ഹിം അറ്റ് ഓൾ. ഫോർ ഹീ സംഡേസ് ഷൂട്ട്സ് അപ്പ്. അവൻ പെട്ടെന്ന് അങ്ങ് വളരെ ചില സമയത്ത്. ഫോർ ഹീ സംഡേസ് ഷൂട്ട്സ് അപ്പ് ടോളർ ലൈക്ക് ആൻ ഇന്ത്യ റബ്ബർ ബോൾ. ഒരു ഇന്ത്യ റബ്ബർ ബോൾ പോലെ അവൻ വളരെ വേഗത്തിൽ വളരുന്നതാണ്. ഫോർ ഹീ സംഡേസ് ഷൂട്ട്സ് അപ്പ് ടോളർ ലൈക്ക് ആൻ ഇന്ത്യൻ റബ്ബർ ബോൾ ആൻഡ് ഹീ സംഡേസ് ഗെറ്റ് സോ ലിറ്റിൽ. ചില സമയത്ത് അവൻ തീരെ ചെറുതാവും. ദാറ്റ് ദർ ഈസ് നൺ ഓഫ് ഹിം അറ്റ് ഓൾ. അപ്പോൾ അവനെ കാണാൻ പോലും ആവില്ല. ആൻഡ് ഹീ സംഡേസ് ഗെറ്റ് സോ ലിറ്റിൽ ദാറ്റ് ദർ ഇസ് നൺ ഓഫ് ഹിം അറ്റ് ഓൾ. ചില സമയത്ത് അവൻ വളരെ ചെറുതാകും. ദാറ്റ് ദർ ഈസ് നൺ ഓഫ് ഹിം അറ്റ് ഓൾ. അപ്പോൾ അവനെ കാണാനേ പാടില്ല. അത്രയും ചെറുതാവും. അവിടെ അവനില്ലെന്ന് തോന്നും. അത്രയ്ക്കും ചെറുതാവും. വൺ മോർണിംഗ് വെരി ഏർലി ബിഫോർ ദ സൺ ഐ വാസ് അപ്പ്. ഐ റോസ് ആൻഡ് ഫൗണ്ട് ദ ഷൈനിങ് ഡ്യൂ ഓൺ എ വെരി ബട്ടർ കപ്പ്. ബട്ട് മൈ ലേസി ലിറ്റിൽ ഷാഡോ like an errant sleepy head had stayed at home behind me and was fast asleep in bed.
One morning very early, before the sun I was up, I rose and found the shining dew on every lit buttercup. But my lazy little shadow, like an errant sleepy head, had stayed at home behind me and was fast asleep in bed. One morning, ഒരു ദിവസം രാവിലെ, very early, അതിരാവിലെ, ബിഫോർ ദ സൺ ഐ വാസ് അപ്പ്, സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പേ ഞാൻ ഉണർന്നു. ഐ റോസ്, ഞാൻ എഴുന്നേറ്റു. ആൻഡ് ഫൗണ്ട് ദ ഷൈനിങ് ഡ്യൂ ഓൺ എവരി ബട്ടർകപ്പ്, ഓരോ പൂവിലും, ബട്ടർകപ്പ് ഒരുതരം പൂവാണ്, അതിൻ്റെ ഓരോ പൂവിലും തുഷാരത്തെ കണ്ടു, മഞ്ഞുതുള്ളികളെ കണ്ടു. ബട്ട് മൈ ലേസി ലിറ്റിൽ ഷാഡോ, പക്ഷേ എൻ്റെ മടിയനായ ആ ചെറിയ ഷാഡോ ഉണ്ടല്ലോ, ഹി വാസ് അൺവില്ലിങ് ടു wake up, അവൻ എഴുന്നേറ്റില്ല. ലൈക്ക് എൻ അരൻ്റെ സ്ലീപ്പി യാർഡ്, അവന് സ്ലീപ്പി ഹെഡ്, അവനൊരു ബാഡ് സ്ലീപ്പി ഹെഡിനെ പോലെ, ഉറക്കം തൂങ്ങിയ പോലെ. ഹാഡ് സ്റ്റേയ്ഡ് അറ്റ് ഹോം, അവൻ വീട്ടിൽ തന്നെ കിടന്നു. ആൻഡ് സ്റ്റേയ്ഡ് അറ്റ് ഹോം ബിഹൈൻഡ് മീ, എനിക്ക് പുറകിൽ, ഞാൻ എൻ്റെ കൂടെ വന്നില്ല. ആൻഡ് വാസ് ഫാസ്റ്റ് അസ്ലീപ്പ് ഇൻ ബെഡ്, അവൻ കിടന്ന് ഉറങ്ങുകയാണ്. ഈ പോയം എഴുതിയ പോയറ്റിൻ്റെ പേര് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്നാണ്. അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് കവിയാണ്. നമുക്ക് ന്യൂ വേർഡ്സ് പഠിക്കാം. ഇന്ത്യ റബ്ബർ ബോൾ, എ ബോൾ ദാറ്റ് ക്യാൻ ബൗൺസ് വെരി ഹൈ. ഇന്ത്യ റബ്ബർ ബോൾ എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിലേക്ക് ബൗൺസ് ചെയ്ത് പൊങ്ങുന്ന പന്താണ്. വേറെ പ്രത്യേകത എന്നുള്ളത്, ഇന്ത്യ റബ്ബർ ബോൾ മീൻസ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് നാച്ചുറൽ റബ്ബർ. അത് നാച്ചുറൽ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. റബ്ബർ മരത്തിൽ നിൽക്കുന്ന റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇന്ത്യ റബ്ബർ ബോൾ. ദ ബോൾ ദാറ്റ് ക്യാൻ ബൗൺസ് വെരി ഹൈ, വളരെ ഉയരത്തിലേക്ക് ഇതിന് തെറിച്ച് പൊങ്ങാൻ സാധിക്കും. ബട്ടർകപ്പ്, എ യെല്ലോ ഫ്ലവർ, ഒരു യെല്ലോ ഫ്ലവറിൻ്റെ പേരാണ് ബട്ടർകപ്പ്. അരണ്ട് മീൻസ് ബാറ്റ്. അരണ്ട് സ്ലീപ്പി ഹെഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻഅറ്റൻറ്റീവ്, പൂർണ്ണമായിട്ടും അനുസരിക്കാത്തവൻ. അതാണ് അരണ്ട് സ്ലീപ്പി ഹെഡ്, ഒരു ഉറക്കം തൂങ്ങി. ഇതൊരു രസമുള്ള പോയല്ലേ, നിങ്ങളതൊന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. നന്നായിട്ട് ഈണത്തെ ചൊല്ലിപ്പഠിക്കണം. അതിൻ്റെ ന്യൂ വേർഡ്സൊക്കെ പഠിക്കണം. എന്തൊക്കെയാണ് ബട്ടർകപ്പ് എന്ന്, എന്താണ് ഇന്ത്യ റബ്ബർ ബോൾ എന്ന്, എന്താണ് അരണ്ടെന്ന് പറഞ്ഞാൽ, അരൻ്റെ സ്ലീപ്പി ഹെഡ് കംപ്ലീറ്റ്ലി ഇൻഅറ്റൻറ്റീവ് എന്നുള്ള അർത്ഥത്തിലും നിങ്ങളിത് പഠിച്ചിരിക്കണം കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.